ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി എന്താ പറയുക പാൽവെണ്ണ പോലത്തെ പത്തിരിയാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സോഫ്റ്റുള്ള പത്തിരിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഗ്ലാസ് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ പാകത്തിനാക്കിയതിന് ശേഷം നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് പൊടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം പൊടി ഇട്ടാൽ നമ്മൾ തീയൊക്കെ ഒന്ന് ചെറുതായി കുറച്ചതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുക്കാവൂ. പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ അതിന് വേണ്ടി നന്നായി ഒരു 5 മിനിറ്റൊക്കെ നന്നായി ഇളക്കി കൊടുക്കണം, പൊടി കട്ട പിടിക്കാതിരിക്കാനും. അങ്ങനെ നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ ഒന്ന് അമർത്തി അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ കുക്കറിൽ നിന്ന് എടുക്കാവൂ. അതിന് ശേഷം നമ്മൾ ഒരു പെട്ടെന്ന് ചൂടോടുകൂടെ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ കൈയൊക്കെ ചൂട് പിടിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ചെറിയ അമ്മിക്കുട്ടിയൊക്കെ എടുത്തിട്ടാണ് ഞാനത് പെട്ടെന്ന് ശരിയാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ നന്നായി കുഴച്ചെടുത്താൽ തന്നെ അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള പത്തിരിയും കിട്ടുള്ളൂ. നന്നായി കുഴച്ചെടുക്കും വേണം. അപ്പോൾ നമ്മൾ പത്തിരിയൊക്കെ അടിപൊളിയായിട്ട് പൊള്ളയും ഒക്കെ വരുന്നു കേട്ടോ. നല്ല സോഫ്റ്റുള്ള പത്തിരിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോലെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ പത്തിരി കുക്കറിലൊന്ന് ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റായിരിക്കും. അങ്ങനെ ഇടയ്ക്ക് പത്തിരി ചുടുമ്പോൾ നമ്മൾ ആ ചട്ടിയൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കണം. പെട്ടെന്ന് എന്താ പറയുക നല്ലൊരു പൊടിയൊക്കെ കരിയുമ്പോൾ അതിൻ്റെ ഒരു മണം വരാതിരിക്കാനാണ്. അങ്ങനെ അടിപൊളി പത്തിരിയായി കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോലെ ഒന്നും കൂടെ പറയുകയാണ്. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.